എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം അല്ലാഹു നൽകും നിസ്കരിച്ച. ഇനിയെങ്കിലും നീ തീരുമാനിക്ക്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് നിസ്കരിക്കാമല്ലാത്ത മടിയാണ്. വെള്ളിയാഴ്ച ദിവസം പോലും പള്ളിയിൽ നിന്ന് ഇമാം മിഹ്റാബിൽ നിന്ന് മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോ രണ്ടാമത്തെ ഖുതുബ തീരാറാകുമ്പോ ഇന്നല്ലാഹു യഅ്മുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫശാഇ വൽ മുൻകർ എന്ന് രണ്ടാമത്തെ ഖുതുബയുടെ അവസാനം പറയുമ്പോ പള്ളിക്കകത്തേക്ക് ചാടിക്കേറുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സലാം വീട്ടിയിട്ട് ഇറങ്ങി ഓടുന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നു യുവത്വമേ, നിനക്കറിയുമോ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം പറയട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് ചെറുപ്പക്കാരനാണ്, യുവാവാണ്, പെണ്ണ് കെട്ടിയിട്ട് പോലുമില്ല. ആ ചെറുപ്പക്കാരനായ ഹുബൈബ് മുസ്ലിമായിട്ട് നടക്കുമ്പോ പടച്ചവനെ ശത്രുക്കൾ ഹുബൈബിനെ പിടിക്കുകയാ. അവിടെ നിന്ന് പിടിച്ചു കെട്ടിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരികയാണ്. അവസാന ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ, പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വരുമോ ഹുബൈബേ? ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. ഹുബൈബിന്റെ കൂട്ടുകാരാണ് ശത്രുക്കള്. അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ കളികൂട്ടുകാരനാണ്. ഹുബൈബേ, പെണ്ണ് കെട്ടിയിട്ടില്ലടാ, എന്തിനാ ചെറുപ്പത്തിലേ ചാകുന്നത്? അതുകൊണ്ട് നീ മതം മാറിയിട്ട് തിരിച്ചു വാ. എന്നിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. ശത്രുക്കൾ പറഞ്ഞു, എങ്കിൽ നീ മതം മാറണ്ട. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ, നിന്നെ ഞങ്ങൾ ജീവനോടെ വിടാ. അള്ളാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറയുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ജീവൻ വേണ്ട. അവസാന ഹുബൈബ് തങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്താ? നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ, നിന്റെ മോഹം എന്താണെന്ന് പറ ഹുബൈബേ. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എന്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു തരും. അവര് വിചാരിച്ചു ജീവനോടെ തിരിച്ചു വിടണമെന്ന് പറയുമെന്ന്. എങ്കിൽ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ സമയം തരുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ അഭിലാഷം 2 റക്അത്ത് നിസ്കരിക്കണമെന്നായിരുന്നു. അവിടെ നിന്ന് സമ്മതം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് വുളുവെടുത്തു. 2 റക്അത്ത് നിസ്കരിക്കുകയാ. ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്നങ്ങ് നിസ്കാരം കഴിഞ്ഞു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിലേക്ക് വീണു. എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, പെട്ടെന്ന് നിസ്കരിച്ചത് റബ്ബേ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാ. എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്നാദ്യമായിട്ടാ ചെറുതോതിയത്. പടച്ചവനെ, പെട്ടെന്ന് നിസ്കാരം നിർത്താനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നിസ്കാരം എങ്ങാനും നീണ്ടുപോയാൽ ഇവന്മാര് പറയും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ് ഹുബൈബ് നിസ്കാരം നീട്ടിയതെന്ന് ഇവര് കളിയാക്കുന്നല്ലോ. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടു. കൈകാലുകൾ കെട്ടി. ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. ഹുബൈബിന്റെ മുഖം അവർക്ക് കാണണമായിരുന്നു. ഹുബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടിയിട്ട് കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുമ്പോ അവര് ചോദിച്ചു, ഹുബൈബേ, പറയടാ, ഇനിയെങ്കിലും പറ, നീ മതം മാറുവോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, കുന്തമെടുത്തു കൊണ്ടുവന്നു. ഹുബൈബ് തങ്ങളുടെ നെഞ്ചിലും വയറ്റിലും ഇങ്ങനെ കുത്തിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുകയാ.
ഹുബൈബ് തങ്ങളുടെ ശരീരത്തിൽ കമ്പ് കുത്തിയിറക്കി കുന്തം കുത്തിയിറക്കി ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. താഴെ നിന്നിട്ട് ചിരിക്കുകയാ, താഴെ നിന്നിട്ട് കളിയാക്കുകയാ. ഹുബൈബ് തങ്ങള് മരണവേദന കഴുത്തിൽ കയറ് മുറുകുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങള് പിടയുമ്പോ അതാ വരികയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാ. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? വാപ്പാ, വെറുതെയല്ല നീ പള്ളിയിൽ പോയി നിസ്കരിച്ചത്. രോഗം പിടിച്ചിട്ടും പടച്ചവനെ വേച്ച് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചത് വെറുതെയല്ല. നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കാതെ സീരിയലിന്റെ ഫ്രണ്ടിലിരുന്ന് കളിക്കുമ്പോ ചിരിക്കുമ്പോ സുഖിക്കുമ്പോ അതേ വീടിന്റെ അകത്ത് നിസ്കാര റൂമിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ ഉമ്മാ? മരണത്തിന്റെ വേളയിൽ കിടക്കുന്ന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് അസ്റായിലും തന്റെ അനുയായികളും ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബ് ഇബ്നു അദി തങ്ങൾ പിടയുമ്പോ താഴെ നിന്നിട്ട് കളിയാക്കി ചിരിക്കുമ്പോ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ ഹുബൈബേ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ ഹുബൈബേ വിഷമിക്കുന്നത്? നിന്നെ കളിയാക്കി ചിരിക്കുന്നില്ലേടാ ഹുബൈബേ? വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറയുകയാ, പറ ഹുബൈബേ, വിളിച്ച് ശഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറയടാ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്ന് തൂക്കുകയറിൽ കിടന്ന് പിടയുമ്പോ അവിടെന്ന് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവന്മാരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചി വീഴുന്നത് പോലെയാണത് കേട്ടത്. അവര് വരണ്ടു പോയടാ, അവര് പേടിച്ചു പോയടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു, ചിരിക്കടാ ഹുബൈബ്. ഇതുവരെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബ്. വാപ്പാ, 5 നേരം നിസ്കരിച്ച നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരുന്നത് കഞ്ചാവടിച്ച് നടക്കുന്ന മകനല്ല. വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കേറാത്ത വൃത്തികെട്ടവനല്ല. അല്ലാഹനെ മറന്നുകൊണ്ട് ദുനിയാവിലൂടെ നടന്നവനല്ല ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. പടച്ചവനെ, സീരിയലും സിനിമയും കണ്ടുകൊണ്ട് തലമറയ്ക്കാതെ ചാറ്റിക്കൊണ്ട് നടക്കുന്നവളല്ല ഉമ്മ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. ആര് പറഞ്ഞു തരുമെന്നറിയോ? നിസ്കരിക്കുന്നവർക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കാ. വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, മക്കള് വേണ്ട, കൂടപ്പറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട, കൂട്ടുകാര് വേണ്ട. പിന്നാര് പറഞ്ഞു തരുമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്ക് പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്